നമസ്കാരം. ഷെക്കീന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. ജനസംഖ്യ ഒരു പ്രതിസന്ധിയായി കാണുന്ന വർത്തമാനകാലത്ത് ആന്ധ്രാപ്രദേശ് വ്യത്യസ്തമാവുകയാണ്. ഒരു പങ്കാളികൾക്കുണ്ടാകുന്ന രണ്ടാമത്തെ കുട്ടിക്ക് മുതൽ 25,000 രൂപ മുതൽ, മൂന്നാമതുണ്ടാകുന്ന കുട്ടിക്ക് 30,000, നാലാമത് എത്തുന്ന കുട്ടിക്ക് 40,000 ധനസഹായം പ്രഖ്യാപിക്കുന്ന ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം അത് ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും വലിയ ചർച്ചയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ജീവന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മനുഷ്യൻ ഒരു അസറ്റാണ്, ഒരു ഹ്യൂമൻ റിസോഴ്സാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആന്ധ്രാപ്രദേശിൻ്റെ സർക്കാർ നയങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? സാമ്പത്തികമായിട്ട് സർക്കാരിനുണ്ടാക്കുന്ന ആ സാമ്പത്തിക ബാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഈ നയം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, ചിന്തകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവ എന്തൊക്കെയാണ്? ഈ വിഷയമാണ് ഷെക്കീന ഫയർ റൂം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എൻ്റെ കൂടെയുള്ളത് സാമൂഹിക നിരീക്ഷകൻ ശ്രീ ആന്റണി സച്ചിൻ, ഒപ്പം ശ്രീ അഭി കാഞ്ഞിരപ്പാറ. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. ശ്രീ ആന്റണി സച്ചിൻ, ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഒരു തീരുമാനം, ആ തീരുമാനം ഇന്ന് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ അലൈ ആയിട്ടുള്ള ഒരു ഭരണ നേതൃത്വം ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ തീരുമാനം എന്ന നിലയിൽ തന്നെ അതിനെ സൗത്ത് ഇന്ത്യയിൽ എടുത്ത തീരുമാനത്തെ വലിയ രീതിയിൽ അത് വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് എനിക്ക് തോന്നി നമ്മുടെ ജനസംഖ്യയുടെ ഡേറ്റയായ TFR അല്ലേ, TFR എന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, TFR എന്ന് പറയും. അപ്പോൾ ഈ TFR ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന സംസ്ഥാനത്തിന് 1.7 അല്ലെങ്കിൽ 1.8 ആണ് ഈ പറയുന്ന സംസ്ഥാനത്തിനുള്ളത്. 1.7 ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളൊരു സംസ്ഥാനമാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒന്ന്, ഇനിയുള്ളൊരു കാലം അവരുടെ ഒരു ഏജിങ് പോപ്പുലേഷൻ, ആ ഏജിങ് പോപ്പുലേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. യങ് ആയിട്ടുള്ള ആളുകൾ ഈ നാട്ടിൽ തന്നെ ഇല്ലാത്തൊരു സാഹചര്യം, അത് കേരളത്തിലും ആന്ധ്രാപ്രദേശിലും വിഭിന്നമല്ല. അപ്പോൾ പുതിയൊരു തലമുറയെ കൂടുതൽ മക്കൾ ഉണ്ടാകാനുള്ള ഒരു പ്രോത്സാഹനം, പണ്ടിതൊക്കെ നമ്മളുടെ പല രൂപതകളും വൈദികരും നമ്മളുടെ സഭയുമൊക്കെ അത്തരം ഇടപെടലെടുത്തിട്ടുണ്ട്. പക്ഷെ സർക്കാർ തലത്തിൽ അങ്ങനെ ഇടപെടൽ, ഒരു സർക്കാർ സംവിധാനം എടുക്കുമ്പോൾ അത് തരുന്ന സന്ദേശം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ എല്ലായിടത്തും വളരെ വൈകിയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം നോക്കിയാൽ ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആണ് എങ്കിലും വേണം റീപ്ലേസ്മെന്റ്. അതായത് ഒരു ജനസംഖ്യ ഒരു 1000 പേരുണ്ടെങ്കിൽ 1000 പേര് ആ ജനസംഖ്യ നിലനിന്ന് പോകാനായിട്ട് താഴെ പോകുക, അതായത് 1000-ൽ നിന്നും അത് 800-ലേക്കോ 700-ലേക്കോ കുറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ അത് 2.1 എന്ന് ഉള്ളൊരു കണക്കാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ 2-ൽ കൂടുതൽ, രണ്ട് കുട്ടികൾ അതിൽ കൂടുതൽ എന്നുള്ളൊരു കണക്കാണ് ശരിക്കും അതിൻ്റെ ആവറേജ് എടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവും അവർക്ക് 2 കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ മരിച്ചു പോയാൽ പിന്നെ നിലനിൽക്കുന്നത് ഈ 2 കുട്ടികളാണ്. അപ്പോൾ 2-ൽ മേലെ ഉണ്ടായാൽ മാത്രമാണ് ആ ഒരു എൻറ്റയർ പോപ്പുലേഷൻ നിലനിൽക്കുന്നത്. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. അതാണ് 2.1 എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആന്ധ്രയുടെ കേസ് അതാണെങ്കിൽ കേരളത്തിൻ്റെ കേസ് അത് ദയനീയമാണ്. 1.35 ഒക്കെ ഉള്ളൂ TFR റേറ്റ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനൊന്നും ഇനി ഒരു തിരിച്ചു പോക്ക് സാധ്യമല്ല. ഈ ചരിത്രം നോക്കുമ്പോഴത്തേക്കും ഇത് തിരിച്ചു വന്നൊരു രാജ്യമോ പ്രദേശമോ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കില്ല. ഇല്ല. അതുകൊണ്ടാണ് യൂറോപ്പിലേക്ക് മൈഗ്രേഷൻ അനുവദിക്കുന്നത്. യൂറോപ്പ് ചുമ്മാ ഒന്നുമല്ല, നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ സ്വീകരിക്കാനായിട്ട് അവർ കൈനീട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യാനായിട്ട് ആളില്ല. അതായത് അവർ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ സ്പെയിനോ ഇറ്റലിയോ മറ്റു രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് തന്നെ ഈ നമ്മളെ പോലെ തന്നെ കേരളത്തിൻ്റെ TFR റേറ്റ് ഒക്കെ ഉള്ളൂ. 1.3-ഉം 1.2 ഒക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതിന് താഴെ ആയിരിക്കാം. ആയതിനാൽ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൽഫെയർ കൺട്രീസ് ആണ്. അതായത് വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നുമാണ് അവർക്ക് ടാക്സ് പിടിക്കുന്നത്. ടാക്സ് പിടിച്ചിട്ട് അവിടെ പെൻഷൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ പെൻഷൻ ക്ലാസ്സിന് ഇവരുടെ ടാക്സ് ആണ് പിടിച്ചിട്ടാണ് പെൻഷൻ ക്ലാസ്സിന് വേണ്ട ആനുകൂല്യങ്ങൾ, പെൻഷന്, മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ 2 ക്ലാസ് ആയിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
പെൻഷൻ ക്ലാസിന്റെ എണ്ണത്തിൽ ക്രമാതീതമായി കൂടിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്ലാസിന്റെ എണ്ണം കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമ്പത്തിക നില കൊളാപ്സ് ചെയ്യും. ആയതിനാൽ തന്നെ എപ്പോഴും വർക്കിംഗ് ക്ലാസ് കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ആനുപാതികമായിട്ട് ഇപ്പോൾ ഏജിങ് പോപ്പുലേഷൻ ആണല്ലോ, കുട്ടികളില്ലാതിരിക്കുന്ന ഒരു നാടാണ് അവിടുത്തെ എല്ലാം. ആയതിനാൽ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ യങ്സ്റ്റേഴ്സിനെയാണ് വേണ്ടത്. പുറം രാജ്യത്തിൽ നിന്നും ഈ രാജ്യങ്ങളാരും 60 വയസ്സ് 70 വയസ്സ് ഉള്ളവരെയല്ല സ്വീകരിക്കുന്നത്, യങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ സ്വീകരിക്കുന്നത്. ആയതിനാൽ അവര് വരികയും അവർക്ക് മക്കളുണ്ടാവുകയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കുമാണ് ആ പോപ്പുലേഷനും പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ്സിൽ നിന്നും കിട്ടുന്ന ആ ഒരു ടാക്സ് ഉണ്ട്, ആ ടാക്സ് വെച്ചിട്ടാണ് മൊത്തത്തിൽ അവർക്ക് ഈ പറഞ്ഞ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെയൊക്കെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രശ്നമാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. നമുക്ക് അതുപോലത്തെ ഉള്ള ഒരു വെൽഫെയർ സൊസൈറ്റി അല്ല, പക്ഷെ നമ്മൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കേരളത്തിലേക്ക് വരാം. ഞാൻ ഇതൊന്നും പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അങ്ങനെ ഒറ്റ വായനയിൽ ആന്ധ്രാപ്രദേശിന്റെ നീക്കത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? വൈകി എന്നങ്ങ് കാണുന്നു? തീർച്ചയായിട്ടും വൈകിയ തീരുമാനം. പക്ഷെ ഇതിലൂടെ കൂടുതൽ മക്കളെ ലോകത്തിന് സമ്മാനിക്കാൻ അത് സഹായിക്കുമോ എന്ന ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ ഉത്തരവില്ല. അത് അവർ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാനായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നു. കുറച്ചുപേരൊക്കെ ആ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ അങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് അങ്ങ് അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അത് വൈകിയെന്ന് ഞാൻ ക്ലിയർ ആണ്. തിരിച്ചു വരാം. ഇപ്പം നമ്മൾ ഈ TFRന്റെ ബേസിസിലാണല്ലോ ഈ ചർച്ച പോലും നടക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ ഓരോ സംസ്ഥാനങ്ങളും എവിടെയാണ് അവരുടെ TFR എന്നുള്ളത് നമ്മൾ നോക്കുമ്പം നമുക്ക് കുറച്ച് ഡേറ്റയിലേക്ക് പോകാം. ഇപ്പോൾ ഈ തീരുമാനമെടുത്തത് ആന്ധ്രാപ്രദേശാണ്. ഇവിടുത്തെ TFR എന്ന് പറയുന്നത് 1.7 ആണ്. ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഒക്കെ നോക്കുമ്പം തെലങ്കാന, തമിഴ്നാട്, കേരളം എല്ലാം 1.8 ആണ്. ഒരു പടി, ഒരു ചൊല്ലി മുന്നിൽ മാത്രം 1.8ലേക്ക് എത്തിയെന്ന് മാത്രമാണ്. നമ്മൾ ഇനി നോർത്തിലേക്ക് പോകുമ്പോൾ പഞ്ചാബ് 1.6 ആണ്. ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോൾ വെസ്റ്റ് ബംഗാൾ 1.6 ആണ്. കശ്മീർ 1.4 ആണ്. ഗോവ 1.3 ആണ്. ഏറ്റവും താഴെ നിൽക്കുന്നത് സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റുകളിൽ ഒന്നാണ്. 1.1 ആണ് അവിടുത്തെ. ഇനി ഈ 2 എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഈ റീപ്ലേസ്മെന്റ് റേറ്റിന് മുകളിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്ന് ബീഹാറാണ് 2.8, ഒന്ന് മേഘാലയാണ് നോർത്ത് ഈസ്റ്റ് 2.9, ഉത്തർപ്രദേശ് 2.4, ജാർഖണ്ഡ് 2.1, മണിപ്പൂർ 2.2, മധ്യപ്രദേശ് 2, രാജസ്ഥാൻ 2, ആസാം 1.9, ഗുജറാത്ത് 1.8. ഗുജറാത്തും കേരളവും ഒക്കെ ഈ കാര്യത്തിൽ ഏതായാലും ഒരേ സാഹചര്യം. അപ്പൊ ഈ ഡേറ്റയെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുക? ഈ സംസ്ഥാനങ്ങളിലൂടെ പോകുമ്പോൾ ഇന്ത്യയുടെ മാപ്പിൽ നമ്മൾ ഇതിനെ അടുക്കി വെക്കുമ്പോൾ എന്താണ് ഇത് നൽകുന്ന സൂചന? ഇത് ഞാൻ ആലോചിക്കുന്നത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 22-21 വയസ്സുള്ള എൻ്റെ ഒരു സുഹൃത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ബീഹാറിൽ നിന്നോ നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു ആളെ കണ്ടു. നമ്മൾ അന്ന് ഭായിമാരെന്നാണല്ലോ വിളിക്കുന്നത്, ഇപ്പോഴാണല്ലോ അതിഥി തൊഴിലാളികളുള്ള പേര് വന്നത്. അപ്പോൾ ഇവർ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ബിടെക് ബിരുദധാരിയാണ്. ബിടെക് കഴിയുമ്പോൾ 22 വയസ്സ് 23 വയസ്സ്, അന്ന് അവൻ 23 വയസ്സാണ്. ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞു മക്കൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ ഞെട്ടി, മക്കളോ 22? അപ്പോൾ എന്നെ കണ്ട് അത്രയും പ്രായം തോന്നിക്കുമോ? അപ്പോൾ പറഞ്ഞു അത്രയും പ്രായം തോന്നിക്കില്ല, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഞങ്ങൾ 22-23 വയസ്സാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 3 മക്കളുണ്ട്, നിങ്ങൾക്ക് എത്ര മക്കളായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പുള്ളി പറഞ്ഞു എനിക്ക് മക്കളായിട്ടില്ല, ഞാൻ പഠനം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ പുള്ളി എക്സൈറ്റഡ് ആയി. ബീഹാറിൽ നിന്ന് വന്ന ഈ വ്യക്തി, അദ്ദേഹം കല്യാണം കഴിഞ്ഞ 3 മക്കളെ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ്. കേരളത്തിലെ കോണ്ടെക്സ്റ്റ് തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു 1960-70 സമയത്ത് സഭാ പ്രബോധനങ്ങളിൽ വളരെ കൃത്യമായിട്ട് അന്നത്തെ മാർപ്പാപ്പമാർ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോകം പോകുന്നത് ഇങ്ങനെ ഒരു വലിയ ക്രൈസിസിലേക്കാണെന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിന് ചെവികൊണ്ടില്ല. നമ്മൾ സർക്കാരിനെ കേട്ടു, കർത്താവിനെ ഒഴിവാക്കി. അതെ. എനിക്ക് തോന്നുന്നു 60s ഉള്ള നമ്മുടെ അന്നൊക്കെ കപ്പിൾസ് ആയിരുന്നു, അല്ലെങ്കിൽ അന്നൊക്കെ മാതാപിതാക്കന്മാരായിരുന്ന നമ്മുടെ വല്യമ്മമാർ, അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അവർക്ക് 8 മക്കള് 10 മക്കളൊക്കെ ഉണ്ടായിരുന്നു. എത്ര മനോഹരമായ കുടുംബങ്ങളായിരുന്നു അവർ. അങ്ങനെ വലിയ ഫിനാൻഷ്യലി സൗണ്ട് ഒന്നും അല്ലായെങ്കിൽ പോലും അവർ മനോഹരമായിട്ട് ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു 70s 80s വന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഒക്കെ ഇരുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഇങ്ങനത്തെ പോപ്പുലേഷൻ ക്രൈറ്റീരിയാസ് കൊണ്ടുവന്നു, ആളുകളെ ഇങ്ങനെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ഏതോ സമയത്തൊക്കെ സഭ അതിൻ്റെ അകത്ത് ആ ഒരു പൊസിഷനോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതിനെ മറുതലിക്കാണ്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നമ്മുടെയൊക്കെ ഒരു പേരൻസൊക്കെ ആ ഒരു തീരുമാനം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ ഒരു
ഡിക്ലിനേഷൻ ഈ ഒരു പോപ്പുലേഷൻ്റെ കാര്യം സംഭവിച്ചു. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ ഇങ്ങനത്തെയുള്ള നടപടികൾ, പ്രത്യേകിച്ച് ജപ്പാനാണ് അതിൻ്റെ വലിയൊരു നരകയാതന അനുഭവിക്കുന്ന സ്ഥലം. ചൈന ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യ അത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു എൽഡർലി പീപ്പിൾ മാത്രമാകുന്ന സമൂഹമായിട്ട് പല യൂറോപ്യൻ കൺട്രീസ് മാറുന്നു, ജപ്പാൻ, ചൈന പോലുള്ള സ്ഥലങ്ങൾ മാറുന്നു. ഇന്ത്യ വളരെ നിയർ ഫ്യൂച്ചറിലേക്ക് അങ്ങനെ മാറുന്നൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ ചർച്ച് ടീച്ചിങ് കേട്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഞാൻ കാണുന്നത് ഇപ്പോൾ ഈ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഇതുണ്ടെങ്കിലും ചർച്ച് ടീച്ചിങ് കേട്ടോണ്ടല്ലോ ബീഹാറിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലുള്ള ആളുകൾ അവര് നല്ല അവർക്ക് TFR ഉള്ളത്. പക്ഷെ അവരുടെ ബോധ്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിലും അല്ലെ അവരെ അനുഷ്ഠിച്ചിരുന്ന അവരുടെ മതപരമായ കാര്യങ്ങളിലും അവർ ഉറച്ചു നിന്നു. അവർ മുകളിൽ പ്രയോറിറ്റൈസ് ചെയ്ത് അവരുടെ ആ കാര്യങ്ങൾ, അല്ലാണ്ട് ഗവൺമെന്റ് നിയമങ്ങളിലോ ഗവൺമെന്റ് നിർദ്ദേശങ്ങളിലോ അല്ല. അപ്പോൾ അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ജനതയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചറൽ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഒരു സമൂഹത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ജോലിക്കാരായ മാതാപിതാക്കൾ കപ്പിൾസിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കലി ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരുന്ന സമയത്ത് വിവാദമായ ഒരു പരാമർശമുണ്ട്. ഈ 8 മക്കൾ ഉള്ള ഒരു ഫാമിലിനെ സംബന്ധിച്ച് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, മൂലകളെ പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അത് ഈ ആന്റി പ്രോ ലൈഫ് ആക്ടിവിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഉയർത്തി കാണിച്ച ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ അപ്പം ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടെന്ന മാർപ്പാപ്പ തന്നെയാണല്ലോ പറഞ്ഞേക്കണേ എന്നുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. അല്ലെങ്കിൽ മാർപ്പാപ്പ ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കണേന്ന് തോന്നുന്നു. പക്ഷെ മാർപ്പാപ്പ പണ്ട് സെയിന്റ് ജോൺ പോൾ II പറഞ്ഞ അതേ ടീച്ചിങ് ആണ് പറഞ്ഞത്. റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്ന് പറഞ്ഞ കാത്തലിക് ചർച്ച് മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയമാണ് എപ്പോഴും പറഞ്ഞേക്കണം. അതായത് മൂലകൾ പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ട അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടതല്ല, ജീവൻ കൊടുക്കുക, കുഞ്ഞുങ്ങളെ ജന്മം നൽകുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം, പരപരിവർത്തകന്മാരുടെ ഉത്തരവാദിത്തം. പക്ഷെ അവർക്ക് വളരാനുള്ള സാഹചര്യവും കൊടുക്കാനുള്ള ഫുഡും അതുപോലെ ഹെൽത്തി ആയിട്ട് വളരാനുള്ള സാഹചര്യങ്ങളും കൂടെ ഒരുക്കി കൊടുക്കാൻ ഉള്ള സാഹചര്യത്തിലായിരിക്കണം ഇവർക്ക് ജന്മം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്ന് പറയാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പോൾ ഈ തൊടുപുഴ മേഖലകളിൽ പോലും 5 മക്കളിലധികമുള്ള കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞത് ഒരു 4 മക്കളെങ്കിലും ഉള്ള കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പീസും ആ മക്കളുടെ മുഖത്തൊരു സന്തോഷം കാണാം. ബാക്കി കുറ്റം പറയുന്ന അല്ലെങ്കിൽ ഒരു ജഡ്ജ് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ചെറിയ കുട്ടികളിൽ 2 or 3 മക്കളുള്ള വീടുകളിൽ അത്രയും സന്തോഷം ബ്ലെസ്സിങ് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അഭി പറഞ്ഞ തുടർച്ച, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ വിവാദമായ ഒന്ന്, അത് കേരളത്തിൽ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടാണല്ലോ. അതിൽ നമ്മുടെ പാർലമെന്റിലെ അല്ലെങ്കിൽ നമ്മളുടെ സഭകളിലേക്കുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണല്ലോ. അതിൻ്റെ ഒരു ബേസായി വന്നത് പോപ്പുലേഷനാണ് അല്ലേ? അതിൽ ബേസായി വന്നത് ജനസംഖ്യയുടെ തരത്തിലുള്ളൊരു വീതം വെപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ ഈ TFR കുറയാനുള്ള ഒരു കാരണം, അത് ഈ ഡെമോഗ്രാഫിക് സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത് അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ഇത് കൂടുന്നു എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ നൽകിയ വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ബോധവൽക്കരണം, പ്രത്യേകിച്ച് കാത്തലിക് സ്ഥാപനങ്ങളിലൂടെ ലഭിച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എന്ന് കൂടി നമ്മൾ ചേർത്ത് വായിച്ച് പറയുമ്പോൾ, ഈ വിദ്യാഭ്യാസം കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കുറേ കൂടി അങ്ങനത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ആളുകളുടെ എണ്ണം കുറയുന്നതായിട്ട് നമ്മൾ കാണും. അതുകൊണ്ട് കൂടിയാണ് നമ്മളുടെ ജനസംഖ്യ കുറയാനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് ഗവൺമെൻറ്റ്സ് ഒക്കെ പറയുമ്പോൾ അത് നമ്മുടെ സഭ അത് ഏറ്റെടുക്കുകയും അത് താഴെത്തട്ടിലേക്ക് കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു ടീച്ചിങ്ങിൻ്റെ ചരിത്രം കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് പറയായിരുന്നു. അപ്പം ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് എന്തുകൊണ്ടാണ് കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? അന്ന് അവർ ഈ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സിലേക്കൊന്നും അവർ പോയിട്ടില്ല, അതിനെ അവർ എതിർത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലുള്ള സാക്ഷരത ഇല്ലായ്മ എന്നതും ഒരു ഫാക്ടറായി പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഞാൻ സച്ചിനിലേക്ക് വരുമ്പോഴുള്ള എൻ്റെ ചോദ്യം, ഒരു വശത്ത് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ടീച്ചിങ് അവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അഭി പറഞ്ഞ കൺക്ലൂഷനിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേരൻറ്ഹുഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നമ്മൾ നിൽക്കുകയും ചെയ്യുന്നു. 2, ഇവിടെ നമ്മൾ ഗവൺമെൻറ് സ്ഥലത്തിൽ പോലും ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ഇനി ഇതിനു മുമ്പ് ഞാൻ ഓർക്കുന്നു, അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവ് അദ്ദേഹത്തിൻ്റെ തന്നെ മെഡിസിറ്റി ആശുപത്രിയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് ഒരു 4ാമത്തെ കുട്ടികൾക്ക് അത് പൈസ ഇതുപോലെ കൈവച്ച് കൊടുക്കുന്നതല്ല, ഒരു സെറ്റ് ഓഫ് ചികിത്സാ ഇളവോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ അവർക്കൊരു
ചെറിയ സഹായം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ വലിച്ചു കീറിയതും ഭിത്തിയിലൊട്ടിച്ചതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയിലല്ല ഒരു സർക്കാർ ഇത് പറയുന്നു എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു മറു സൈഡാണല്ലോ. എന്നാൽ ഈ മക്കളെ ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ സച്ചിൻ പറഞ്ഞതിൻ്റെ എനിക്ക് തോന്നുന്നു അത് ഈ ഒരു എക്കണോമിയുമായി ബന്ധപ്പെട്ടാണല്ലോ. അങ്ങ് എങ്ങനെയാണ് ഈ സാമ്പത്തിക ഒരു എക്കണോമിയെ ഇതിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുക? നമ്മൾ പൊതുവെ പോപ്പുലേഷൻ ഡിക്ലൈനിങ് വന്നിരിക്കുന്നതിൽ ഒരു ചരിത്രം നോക്കുമ്പോഴത്തേക്കും പണ്ട് കാർഷിക കുടുംബങ്ങളായിരുന്നു നമ്മുടെ എല്ലാം. അപ്പോൾ അവിടെ കൂടുതൽ എണ്ണം ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ കൃഷിയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ വരുമാനവും നമ്മുടെ ജീവിതവും തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണമാകുന്നുണ്ട് മക്കൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ തന്നെ അപ്പോൾ നമ്മുടെ അവിടെയും ഒരു സാമ്പത്തികമായിട്ടും നമ്മുടെ ജീവിത ഉപാധിയായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ടാണ് അന്നത്തെ ഒരു തലം കിടക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ കൃഷിയിൽ നിന്നും വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഇപ്പം വ്യവസായങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങി. അത്തരം ക്ലറിക്കൽ ജോബ്സും ടീച്ചിങ് ജോബ്സും ഇപ്പം നമ്മുടെ സമുദായത്തിൽ നിന്നാണ് കൂടുതൽ ടീച്ചേഴ്സ് വന്നിരിക്കുന്നത്. അങ്ങനെ വരാൻ തുടങ്ങിയ ഇത് വരുമ്പോഴത്തേക്കും ഒരു കാർഷിക മേഖലയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഒരു അർബനൈസേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് കൂടുതൽ ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഇപ്പോൾ ടീച്ചേഴ്സിന്റെ കാര്യം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ മിനിമം TTC എങ്കിലും പാസ്സായി വന്നവർക്കൊക്കെ ജോലി കിട്ടുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ജോലിയും വീട്ടിലെ കുടുംബവും അല്ലെങ്കിൽ കൊച്ചുങ്ങളുണ്ടാവുമ്പോഴത്തേക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ജോലി നമ്മുടെ ഒരു കേന്ദ്രമായി മാറി അല്ലെ, ഒരു കേന്ദ്ര ബിന്ദുവായി ജോലി. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു പണ്ട് നിന്നിരുന്നത്. അപ്പോൾ അവിടെ കെയർ ഉണ്ടായിരുന്നു. നമ്മുടെ പാരൻസും സഹോദരന്മാരും എല്ലാവരും അവരുടെ കുടുംബങ്ങളും. അപ്പോൾ ഒരാൾ ജോലിക്ക് പോയാലും അവിടെ മറ്റുള്ള ആൾക്കാർ അത് നോക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ കൃഷിയാകുമ്പോഴാണ് അത് കൂടുതൽ ആ രീതിയിൽ റിഫ്ലക്ട് ചെയ്തിരുന്നത്. മറ്റേത് അണുകുടുംബത്തിലേക്കും കൂടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയം വന്നു. അപ്പോൾ ഈ സിറ്റികളിലേക്ക് ആൾക്കാർ പലായനം ചെയ്തു. മറ്റേ ഗ്രാമങ്ങളിൽ നിന്നും കാർഷിക മേഖല എന്ന് പറയുമ്പോൾ കുറെ കൂടി ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും സിറ്റികളിലേക്ക് പലായനം ചെയ്യുകയും അവിടെ ഒരു ചെറിയ വീട് നിർമ്മിക്കുകയും അവിടെ ഭാര്യ ഭർത്താവ് ഈ കുട്ടികൾ ആയിട്ട് താമസിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം വരുമ്പോഴത്തേക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്. അപ്പോൾ ഈ കൊച്ചിനെ നോക്കാൻ ആളില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ കൊച്ചിനെ നോക്കാൻ ഭാര്യ ഇരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കൊച്ചിനെ നോട്ടവുമായി ബന്ധപ്പെട്ടും ജോലി നഷ്ടപ്പെടാൻ പറ്റുന്നില്ല. കാര്യം അതൊരു നമ്മുടെ നല്ലൊരു വരുമാനത്തിനുള്ള മാർഗമായി. അങ്ങനെ വരുമ്പോഴത്തേക്കുമായിരുന്നു ഒരു കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം. അത് പ്രായോഗികമായിട്ട് മനുഷ്യൻ തന്നെ എത്തുന്ന ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ആയിരുന്നു. കൺട്രോൾ ചെയ്ത് നമുക്കിത് മതി, ഇതിൽ നിന്നുകൊണ്ട് ഒരു സന്തോഷം കണ്ടെത്താം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലേക്കൊക്കെ കടന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ എന്നെ വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമാണ്. നമുക്കറിയാം ഇസ്രായേൽ നിർബന്ധിത സൈനിക സേവനമാണ്. യുവാക്കൾക്ക് രണ്ടുപേർക്ക് നിർബന്ധിത സൈനിക സേവനമാണ്. യുദ്ധത്തിന്റെ പ്രശ്നങ്ങളാണ്, ബങ്കറുകൾ ജീവിക്കുന്നത്. ഇത്രയും ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു ടിപ്പ് ഓഫ് വാറിന്റെ അറ്റത്ത് നിൽക്കുന്ന വേറൊരു രാജ്യം ഉണ്ടോന്ന് സംശയമാണ്. അത് കംപ്ലീറ്റ് ഇസ്രായേൽ ഏത് സ്ഥലത്തും ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ നമുക്കറിയാം പാകിസ്ഥാൻ കാശ്മീർ സൈഡിലായിരിക്കും കൂടുതൽ യുദ്ധം വരാം, അല്ലെങ്കിൽ ചൈന ബോർഡറിലായിരിക്കും, നോർത്ത് ഇന്ത്യയിലായിരിക്കും പ്രശ്നമുള്ളത്. ഈ കേരളത്തിൽ ഒരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിൽ ഏത് സൈഡിലും എപ്പോഴും ആക്രമണം. പക്ഷെ അവിടെയാണ് ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ല TFR ഉള്ള ഒരു രാജ്യം. അപ്പോൾ എങ്ങനെയാണ് ഇവരാരും വിദ്യാഭ്യാസപരമായിട്ട് ആരും പുറകിലല്ല, എല്ലാവരും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ജോലി അനുഷ്ഠിക്കുന്നവരാണ്. അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന TFR അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? രണ്ടാമത്തെ വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം US നിന്ന് കുറച്ച് നാളത്തേക്ക് നാട്ടിൽ വന്ന ഒരാളെ കണ്ടു. അദ്ദേഹം അവിടെ ഒരു ഡെമോഗ്രാഫിക് സയൻറ്റിസ്റ്റ് ഈ പറഞ്ഞ പോലെ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, അവിടെ ഒക്കെ ഇപ്പോൾ ഈ 4 മക്കളിൽ കുറവുള്ള ആരും ഇല്ല, എല്ലാവർക്കും 4 മക്കളായി. അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് വന്നു. അപ്പോൾ ഞാനിതിങ്ങനെ എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഞാനിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കാനഡയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ഈ KG അവിടുത്തെ pre-KG സ്ഥലത്ത് ചേർക്കാറായി, ഇവിടെ ഭയങ്കര റഷായി. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് ടൈമിലുണ്ടായ കുട്ടികളാണ്. കോവിഡ് ടൈമിൽ എല്ലാവർക്കും ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോവിഡ് സമയത്ത് വീട്ടിൽ നിന്നവർക്കെല്ലാം പിള്ളേരുള്ളതുകൊണ്ട് ആ ഇയറിലൊക്കെ ഭയങ്കര റഷ്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനെന്നുള്ള സംഭവം പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ സംവിധാനം ദൈവം അവിടെ രൂപീകരിച്ചു. ഇപ്പോൾ എന്തോരം ആളുകളാണ് വർക്ക് ഫ്രം ഹോം. ഇപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ ആള് ഡെലിവറി കഴിഞ്ഞ് 2 വർഷം
1.5 വർഷം എന്നവർ പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ ഒരു 6 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അപ്പോൾ അവർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ദൈവം ക്രമീകരിച്ചത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വചനം ഉണ്ടല്ലോ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാണ് നമ്മൾ ഭാരപ്പെടുത്തുന്ന ഭാരവും പാപവും നമുക്ക് നീക്കി കളയാന്ന്. അപ്പം ദൈവം ഇതിന് വേറൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. നമ്മളെപ്പോഴും ഈ പറയുന്ന സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ജോലിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജീവനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ, ആ ജീവൻ പ്രൊഡ്യൂസ് ചെയ്യാനും അതിനെ വളർത്താനുമുള്ള സംവിധാനങ്ങൾ ദൈവം ഒരുക്കും. ഇപ്പൊ എനർജി ക്രൈസിസ് ഉണ്ടെന്ന് പറഞ്ഞു. ദൈവം സോളാർ എനർജി കൺവേർട്ട് ചെയ്യുന്ന സംവിധാനം കൊണ്ടുവന്ന് എന്തോരം ഇലക്ട്രിക് വെഹിക്കിളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഓൺലൈൻ ജോബ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ജോബ് സംവിധാനങ്ങൾ കൊണ്ടുവന്ന പോലെ ഇതിനും എന്തെങ്കിലും സംവിധാനങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും ഒരുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, ഇങ്ങനെ വലിയ കുടുംബങ്ങളിൽ ദൈവം വഴി നടത്തുന്ന ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ചിന്റെ ടീച്ചിങ്ങിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന, അപ്പോൾ ഞാൻ പറയുന്നത് റെസ്പോൺസിബിൾ പേരൻറ്ഹുഡോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ജോലിക്ക് പോകുന്ന ആളുകളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അറിയാം. ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേലിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള യഹൂദര് ഇസ്രായേലിലേക്ക് ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ഇതിപ്പോ സംഭവിക്കുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കൂടാതെ അവർക്കറിയാം ചുറ്റിനും ശത്രു രാജ്യങ്ങൾ എന്നുള്ള നിലയിലായതുകൊണ്ട് തന്നെ ഇവരുടെ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഉള്ളതുകൊണ്ടും അത് അത്തരം ഒരു പ്രോത്സാഹനം അവരെ കൊടുക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇപ്പൊ റഷ്യയിലൊക്കെ വളരെ പോപ്പുലേഷൻ ഡിക്ലൈനിങ് വളരെ കൂടുതലാണ്. ഇപ്പൊ ലോകമെമ്പാടും ഒരു രീതിയിൽ പോപ്പുലേഷൻ കൊളാപ്സ് നടക്കുന്നുണ്ട്. എക്സെപ്ഷണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില രാജ്യങ്ങൾ മാത്രം, ഇപ്പൊ ഇസ്രായേൽ, ഇപ്പൊ അമേരിക്ക ആണെങ്കിലും അവിടെ അവർക്ക് 2.1 അത് നിലനിർത്തി പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അവിടെയും ഒരുപക്ഷെ അവര് അന്യനാട്ടിൽ നിന്ന് ആൾക്കാർക്ക് അവിടെ വർക്ക് പെർമിറ്റ് കൊടുക്കാതെയോ അല്ലെങ്കിൽ PR കൊടുക്കാതെ ഇരുന്നില്ലെങ്കിൽ അതും സാധിക്കില്ലായിരിക്കാം. അപ്പൊ പോപ്പുലേഷൻ അവര് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പല രീതിയിൽ അവർക്ക് സാധിച്ചു എന്നുള്ളതും, പിന്നെ അവിടെ ഒരു കൾച്ചറുണ്ട്, കുറച്ചുകൂടി ഫെയ്ത്തിൻ്റെതായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു കൾച്ചറുണ്ട്. ഒരു ഇവാഞ്ചലിക്കൽ സമ്മറി, ഒരു വിശ്വാസത്തിലേക്കുള്ള ഒരു കടന്നുവരവിലൂടെ സംഭവിക്കുന്ന ഒരു മാറ്റം എന്നതാണ് അതിന്റെ ഒരു കേന്ദ്ര ബിന്ദു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അങ്ങനെ ഒരു കൾച്ചർ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആസ് ഇന്ത്യൻസ് എന്നുള്ള നിലയിൽ എപ്പോഴും നമ്മൾ ഈ പോപ്പുലേഷനെ ഒരു നെഗറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം എവിടെ പോയാലും നമ്മൾ ഭയങ്കര തിരക്ക്. ഇന്ത്യ ലോകത്തെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ട് ആദ്യ കൺട്രി തന്നെ ഇപ്പൊ മാറിയിട്ടുണ്ട് അല്ലെ. ഏറ്റവും പുതിയ 1-2 എന്ന നിലയിലാണ്, ഔദ്യോഗിക സെൻസസ് ഒക്കെ വരുന്നതേ ഉള്ളൂ. എന്നാൽ പോലും നമ്മുടെ TFR റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും സംസ്ഥാനങ്ങൾ ആകെപ്പാടെ 5 സംസ്ഥാനങ്ങളേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 10 വർഷത്തിന് ശേഷം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഈ രാജ്യം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അതിൽ സംശയമുണ്ട്. ഞാൻ ഒന്ന് ഇടപെടുവാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന ഒരു സംഭവമാണ്, ഈ പോപ്പുലേഷൻ കൂടുന്നു, ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുന്നു, അതോടുകൂടി നമ്മുടെ റിസോഴ്സസ് എല്ലാം തീരുന്നു, നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സ്കൂളിൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പക്ഷേ നമ്മൾ ഈ സഭയുടെ കൂടെ ഒക്കെ നടന്നപ്പോഴാണ് ഇതൊരു വളരെ വലിയൊരു മണ്ടത്തരമാണെന്നുള്ള കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജോലിക്ക് ശേഷമാണ് MBA ചെയ്തത്. MBAക്ക് എന്നപ്പോൾ ഇത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾ പറഞ്ഞു, ടീച്ചർ ഈ സാധനം അവിടെ ലെക്ചർ പറയുന്നുണ്ട്, അപ്പോൾ പറഞ്ഞു അബി ഇപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഒപ്പോസ്, ടീച്ചർ ഈ പറയുന്നത് ശരിയാണ്, തെറ്റായ കാര്യം പഠിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അതൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം ഇതിനെ ആ നിലയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും TFR റേറ്റിൽ ഇത്രയും ക്രൈസിസ് ഉണ്ട്. ആന്ധ്രാപ്രദേശ് പോലുള്ള ഗവൺമെന്റ് ഇങ്ങനെ നടപടി എടുക്കുമ്പോഴും നമ്മുടെ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇന്ത്യയിൽ വലിയ പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത്. പോപ്പുലേഷൻ കൂടാൻ പാടില്ല. ലോകമെമ്പാടും പോപ്പുലേഷൻ കൂടി മനുഷ്യർക്ക് ഭക്ഷണം കിട്ടാതെ ക്ഷാമം വന്ന് മരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ചിന്തയെ സത്യത്തിൽ ഇപ്പൊ ഭക്ഷണത്തിന്റെ ഭക്ഷണം കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. പോപ്പുലേഷൻ കൂടി ഏതായാലും ഭക്ഷണം കൂടി. പലപ്പോഴും ഭക്ഷണം ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രതിസന്ധിയാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത്. നമ്മൾ ആഫ്രിക്കയിലും നൈജീരിയയിലും മൊസാംബിക്കിലും ഒക്കെ പ്രശ്നങ്ങളില്ലെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ അവിടെ എക്സസ് ആയ റിസോഴ്സുകൾ അവിടേക്ക് നമുക്ക് വിന്യസിപ്പിക്കാൻ പറ്റാത്തതാണ്. ലോജിസ്റ്റിക്സിന്റെ പ്രശ്നമാണ്. റിസോഴ്സിന് ഒരു കുറവില്ല. അമേരിക്കൻ റിസോഴ്സ് അവരെ ഡംപ് ചെയ്യുന്നത് ഓരോ വർഷവും എത്രയോ ആളുകൾക്ക് കൊടുക്കാനുള്ള റിസോഴ്സ് ഡംപ് ചെയ്യുന്നത്. അത് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. നമ്മുടെ ഈ ടീച്ചിങ്ങിലുള്ള പ്രശ്നമാണ്. അപ്പൊ അത് ആ ഒരു തെറ്റിദ്ധാരണ മാറി കിട്ടിയാൽ തന്നെ ആളുകൾക്ക് ഒരുപാട് നമ്മുടെ പൊതുബോധത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇപ്പോഴും പല ആളുകളും സാധാരണക്കാരിപ്പോഴും പോപ്പുലേഷൻ വളരെ ഇനി കൂടി
നമുക്കിവിടെ ജീവിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും എന്നൊക്കെയാണ് ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ആയാലും കുറച്ചും കൂടി കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് ആയി ഓൾറെഡി. ഹോപ്പ്ഫുള്ളി ചർച്ചിന്റെ ടീച്ചിങ്ങിന്റെ ബാക്കപ്പ് ഒന്നും അല്ലെങ്കിലും RSSന്റെ ചങ്കുകാലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തി കൂടുതൽ കുട്ടികൾ വേണമെന്നുള്ള സംവിധാനത്തിലേക്ക് വന്നു. ഇന്ത്യയുടെ ആവറേജ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഇന്ത്യയുടെ ആവറേജ് TFR എന്ന് പറഞ്ഞാൽ 1.9 ആണ്. ശരിക്കും റീപ്ലേസ്മെന്റ് റേറ്റിനെ താഴെ ആവറേജ് എടുത്തു നോക്കുമ്പോഴത്തേക്ക്. തീർച്ചയായിട്ടും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ തീരുമാനം 40,000 രൂപ വരെ ഒരു ഇൻസെന്റീവ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾക്ക് നൽകുക എന്നതിൽ നമ്മൾ ചർച്ച ആരംഭിച്ചെങ്കിലും ഇത് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളിലും നമ്മൾ കടന്നു പോകുമ്പോൾ 5-6 സംസ്ഥാനങ്ങൾ ഒഴികെ എല്ലാം ഈ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ വലിയ ഒരു ജനസംഖ്യയിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുവെന്ന് നമ്മൾ കാണുന്നു. പാഠപുസ്തകങ്ങൾ ഒരു കാലത്ത് നമ്മളെ പലരും പഠിപ്പിച്ചതുപോലെ ജനസംഖ്യ വർദ്ധിക്കുന്നത് നാടിനാപത്താണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച കാലം ഇനി ആ കടലാസ് കഷ്ണങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വലിച്ചു കീറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായും കൂടുതൽ മക്കൾ ഈ ഭൂമിയിൽ ഉണ്ടാകാനുള്ള എല്ലാ ശ്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം. ഷെക്കീന ഫൈറൂം അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.